ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു സൺഡേ ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് തിരൂർക്ക് വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട് പോവുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഏതായാലും സൺഡേ ആണ്, അപ്പോൾ നമുക്ക് എന്നാൽ കാലിക്കറ്റ് വരെ പോയിട്ട് നല്ല ഫുഡൊക്കെ അടിച്ച് പിന്നെ അവിടെ ഇവിടെയും ഒന്ന് കറങ്ങി തിരിച്ച് വന്നാൽ പോരെ, സൺഡേ ആണല്ലോ. അപ്പോൾ പിന്നെ ഈ സൂസീനെ നമ്മൾ ഔട്ടിങ് പുറത്ത് കൊണ്ടിട്ട് കുറേ കാലം, എന്നാൽ പിന്നെ സൺഡേ ഫൺ ഡേ ആക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ തുടങ്ങുകയല്ലേ. ചെറുതായിട്ടൊരു ഷോപ്പിംഗ് പരിപാടി എല്ലാം ഉണ്ട്. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ല. ആൻഡ് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വരുന്നത്, അല്ലേ സൂസി? അപ്പൊ നമുക്ക് പോവാം. സൂസിക്ക് കാറിൽ കയറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് വാനക്കോണിൽ അത് കേൾക്കണം, അല്ലെങ്കിൽ കൃഷ്ണ 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 ആ പാട്ട് കേൾക്കണം. അത് റിപ്പീറ്റ് അടിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കണം. അതാണ് അവളുടെ മെയിൻ പരിപാടി. ഞങ്ങൾക്കാണെങ്കിൽ ആ പാട്ട് കേട്ട് 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 മടുക്കും, ഒരു പോയിന്റ് എത്തുന്ന വരെ. ഇത് നമ്മൾ കടലുണ്ടി എത്തിയപ്പോൾ അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കണ കണ്ടിരുന്നു. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ആ വല എങ്ങനെയാണ് എറിയണതെന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. അയാൾ വല എറിയുകയും ചെയ്തു. അപ്പം തന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ക്യാമറയിൽ എൻ്റെ ഫേസ് കണ്ടപ്പോഴാണ് എൻ്റെ മുഖത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കും പിന്നെ ചെറുതായിട്ടൊന്ന് കൺസീലറും യൂസ് ചെയ്ത് എൻ്റെ മുഖത്തിൻ്റെ വൃത്തികളൊക്കെ എല്ലാം ഒന്ന് മറച്ചിട്ട് ആണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കമ്മലിടുന്ന പ്രഹസനമാണ് നിങ്ങൾ കാണുന്നത്. ഫോണ് വീഴുന്നു, ഞാൻ വീണ്ടും എടുക്കുന്നു, ഫോണ് വീഴുന്നു, ഞാൻ വീണ്ടും എടുക്കുന്നു. അവസാനം ഞാൻ ഈ പരിപാടി നിർത്തി. നമ്മൾ ബേപ്പൂർ വഴിയാണ് കേട്ടോ കാലിക്കറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ ജങ്കാർ കയറി, പിന്നെ ജങ്കാർ ഇറങ്ങി, ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് എത്താൻ പോവുകയാണ് ഗൈസ്. കോഴിക്കോട് എത്തിയുള്ള മെയിൻ പരിപാടി എന്താണ് ഗൈസ്? ഫുഡ് അടി. അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഒരു സ്വാമിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വെജേ ഓപ്ഷനുള്ളൂ. അപ്പം നമ്മൾ ആദ്യം പോയത് സുപ്രഭാതം വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അത് ബീച്ച് സൈഡിലാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റ് കിടക്കുന്നത്. അപ്പം നമ്മളവിടെ പോയപ്പോഴാണ് ഓണം സദ്യ, അതായത് നമ്മളെ പ്രോപ്പർ സദ്യ അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു സദ്യയും പറഞ്ഞു, വിഷ്ണു ഒരു വെജ് ഫ്രൈഡ് റൈസും പറഞ്ഞു. കാരണം അവൻ സദ്യയും ചോറും കറിയും കഴിച്ച് മടുത്തു ഗൈസ്. അങ്ങനെ ശർക്കരപ്പേരി വറുത്തുപ്പേരി വന്നു, കൊണ്ടാട്ടം വന്നു, ബീട്രൂട്ട് പച്ചടി വന്നു, പൈനാപ്പിൾ കിച്ചടി വന്നു, ഉപ്പേരി വന്നു, പരിപ്പ് നെയ്യും വന്നു, പിന്നെ പച്ചടി, അച്ചാറ്, പുളിയിഞ്ചി, കൂട്ടുകറി, അവിയൽ ഒക്കെ പെട്ടെന്ന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരു 2 ആൾക്കാർ വീതമാണ് സെർവ് ചെയ്തത്. പെട്ടെന്ന് എല്ലാ സാധനങ്ങളും വന്ന പോലെ ഞാനിങ്ങനെ നോക്കിയിരുന്നു ഏത് ഷൂട്ട് ചെയ്യണമെന്നുള്ളത്. ഫുൾ കൺഫ്യൂഷൻ ആയിപ്പോയി ലാസ്റ്റ്. പിന്നെ അതേ ചോറ് വിളമ്പി, അപ്പം തന്നെ സാമ്പാറും വന്നു. വെയിറ്റ്, നമ്മൾ സാമ്പാർ വിളമ്പുന്നതിന് മുന്നേ ഒരു കുഴി ഉണ്ടാക്കണമല്ലോ, അത് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ കുഴി ഉണ്ടാക്കി സാമ്പാറും വന്നു, പപ്പടം വന്നു. അങ്ങനെ ഞാൻ സദ്യ വന്നതിൻ്റെ ആവേശത്തിൽ ഇങ്ങനെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എല്ലാ കറികളും നന്നായിരുന്നു. സൂസിയാണെങ്കിലോ അതിൽ മെയിൻ വറുത്തപ്പേരും ശർക്കരപ്പേരും, അതായത് നമ്മളെ ചിപ്സ്, അത് കഴിക്കാനായിരുന്നു അവൾക്ക് മെയിൻ ഇൻട്രസ്റ്റ്. അപ്പോൾ അവൾ അത് ഇരുന്ന് കഴിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും സൈഡിൽ കൂടെ ഇരുന്ന് വായിൽ കൊടുക്കുന്നുണ്ട്, അതും കഴിക്കുന്നുണ്ട് കൂടെ. അതിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഒരു സാധനം കൂടി അവർ ഇലയിൽ വെച്ച് തന്നു. സദ്യൻ്റെ കൂടെ ബോളിയും പാൽപ്പായസവും പിന്നെ പുഴുങ്ങിയ പഴവും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓൾറെഡി ബോളി കഴിക്കാത്ത ആളാണ്, എനിക്ക് വലിയ ഇഷ്ടമല്ല. വിഷ്ണു അത് കണ്ടപാടെ നിനക്ക് ബോളി ഇഷ്ടമല്ലല്ലോ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബോളി എടുക്കുകയും ചെയ്തു, പായസം എടുക്കുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ മുന്നിലിരുന്ന് വെട്ടി വിഴുങ്ങായിരുന്നു ഗൈസ്. ആൻഡ് സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പായസം ഒന്നും പറയാനില്ല, സേമിയ പായസം അടിപൊളിയായിരുന്നു. അപ്പൊ ഗൈസ് നമ്മൾ സദ്യ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഫുഡ് എന്താ കഴിച്ചു വെച്ചാൽ ഞാൻ ഓണം സദ്യ, വിഷ്ണു വെജ് ഫ്രൈഡ് റൈസും പിന്നെ കഴിച്ച് വെജ് ഫ്രൈഡ് റൈസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സൂസിക്ക് ചോറ് തന്നെ കൊടുത്തു. നല്ല
നല്ല വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. 190 റുപ്പീസിനൊക്കെ. അത് ഓണം സദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിൽ ഉണ്ടായിരുന്നിരുന്നത് ബോളിയും പഴവും പിന്നെ പായസമായിരുന്നു. അത് നല്ല പായസം, സേമിയ പായസം ഉണ്ട്, അടപ്പായസം ഉണ്ട്. അട വേറെ ലെവല്, സേമിയ അതേ ലെവല്. നല്ല പാലിങ്ങനെ കുറുക്കിയെടുത്ത് പഞ്ചസാരയാക്കിയ നല്ല അടിപൊളി സേമിയ പായസം. പിന്നെ പക്ഷെ ബോളിയും പായസം. ആ മോളെ പോവാം, അച്ഛൻ സമ്മതിച്ചാൽ പോകാം. അച്ഛനോട് ചോദിക്കൂ. വെറുതെ പറയാ സൂസി, നല്ല ഡ്രസ്സാ. നമുക്ക് ലുലുല് പോവാ, അവിടെ കൊറേ കളിക്കാനുണ്ട്. ഓക്കെ, കുട്ടീനെ പറഞ്ഞ് പറ്റിക്കണം. നിങ്ങളെല്ലാം ഓർത്തേക്ക് കേട്ടോ, എനിക്ക് കൊണ്ടുപോണ്ടി വരും. അപ്പൊ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. വെരി ടേസ്റ്റി. സുപ്രഭാതം വെജ്, മറ്റേ കോഴിക്കോടുള്ള മറ്റേ ബീച്ചിന്റെ അവിടെ. പിന്നെ നാച്ചുറൽസ് ഐസ്ക്രീം. പായസത്തിൻ്റെ മേലെ ഐസ്ക്രീം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതിനാണ് ആ നോട്ടം നോക്കിയത് ഗൈസ്. ഐസ്ക്രീം വെജാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഗൈസ് പിന്നെ വിഷ്ണു നേരെ കാറ് നാച്ചുറൽസിലോട്ട് വിട്ടത്. അച്ഛൻ്റെയും മോളുടെയും ചില നേരത്തെ വഴക്കുകളും അടികളും കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതിലേതാ കുട്ടിയെന്ന്. കാരണം രണ്ടുപേരും ഒരേ ഒപ്പത്തിനൊപ്പമാണ് അടി ഉണ്ടാക്കാറ്. കാലിക്കറ്റിൽ പാരഗൺ ബിരിയാണി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വിഷ്ണുവിന് നിർബന്ധമുള്ളൊരു കാര്യമാണ് നാച്ചുറൽസ് നിന്ന് ഒരു ഐസ്ക്രീം. ഭയങ്കര നിർബന്ധം. എന്താ പ്രശ്നം? നമ്മളിനി ലുലുവിലോട്ട് പോവാണ്. ലുലു മോൾ. സൂസിക്ക് പാവല്ലേ, കുറെ കാലം അതിനെ പുറത്തേക്ക് ഇറക്കിയിട്ട്. അപ്പൊ കുറച്ച് അവളുടെ ഡേ ആണ് ഇന്ന്. കുറച്ചു നേരം കളിച്ചോട്ടെ അല്ല സൂസി? അങ്ങനെ നമ്മൾ ലുലു മോളെത്തി. ആദ്യം തന്നെ പോയത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലായിരുന്നു. കാരണം അവിടെ ക്രിസ്മസ് ട്രീയും പിന്നെ ഓരോ ഡെക്കോറും ഒക്കെ കാണാൻ സൂസിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം അവളെ കൊണ്ടുപോയത് അവിടെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചൊന്ന് എക്സൈറ്റഡ് ആയി ഫോട്ടോനൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ നിന്ന് വന്നു. ഓരോന്ന് വാങ്ങാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് മുകളിൽ പോയി കളിക്കുക, പിന്നെ എന്തിനാ ഇതൊക്കെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ അതൊക്കെ കേട്ട് ഓക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പ്ലേ ഏരിയയിലോട്ടാണ് പോയത്. പ്ലേ ഏരിയയിലെത്തിയപ്പം ജനസാഗരമായിരുന്നു. അവൾക്ക് അങ്ങോട്ട് ഏത് ഇതിൽ കയറണം എന്നൊന്നും അറിയില്ല. അങ്ങനെ എക്സൈറ്റഡ് ആയിപ്പോയി കുട്ടി. എല്ലാത്തിലും ഒന്ന് കയറി ഒന്ന് തൊട്ട് ഒന്ന് അതൊക്കെ സ്വിച്ചൊക്കെ അമർത്തി ആ കളി മാത്രമേ ഉള്ളൂ കേട്ടോ. സീരിയസ് ആയിട്ടൊരു റൈഡിലോട്ട് കയറാൻ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. നമ്മളൊരു ട്രെയിന് പോലത്തെ ഒരു സംഭവത്തിൽ കയറ്റിയിരുത്തി ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഇരുന്ന് ആർക്കാൻ തുടങ്ങി. അതോടെ ആ പരിപാടി മതിയാക്കി. പിന്നെ ഞങ്ങളാണ് കളിക്കാൻ തുടങ്ങിയത് മെയിനായിട്ട്. ഇവൾ മാത്രമല്ല, അവിടെ വന്ന എല്ലാ കുട്ടികളുടെ പരിപാടി തന്നെ. വെറുതെ ഒന്ന് ഓരോരോ റൈഡിൽ കയറുക. പിന്നെ അവിടെ മെയിനായിട്ട് ചെറിയ കുട്ടികൾക്ക് പറ്റിയ കുറേ റൈഡുകളുണ്ടായിരുന്നു. അതായത് ഈ ഇങ്ങനെ ബസ്, ഇങ്ങനെ വണ്ടി ഓട്ടിക്കുന്ന ഇങ്ങനത്തെ റൈഡുകളുണ്ടല്ലോ, അത് കുറേ ഉണ്ടായിരുന്നു ചെറിയ പിള്ളേർക്ക് പറ്റിയത്. അല്ലാണ്ട് ഫുള്ളായിട്ട് വലിയ വലിയ വീഡിയോ ഗെയിം അതൊന്നും അല്ലായിരുന്നു. ഇത് ചെറിയ കുട്ടികൾക്ക് പറ്റിയ കുഞ്ഞു റൈഡുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ഇവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് തന്നെ വിചാരിച്ചത്. നോക്കുമ്പോൾ ഇവളൊന്നിലും കയറണ്ടേ. ഇവൾ പണ്ടേ ഇങ്ങനെ കയറാറില്ല. ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് വലുതായപ്പം ആ സ്വഭാവം എല്ലാം മാറിയിട്ടുണ്ടാവും. പക്ഷെ നോ, ഐ വാസ് റോങ്. കൊടുത്തിട്ടാണ് കയറ്റിയത്.
മതി മതി എന്നാണോ പറയുന്നത്? വേണ്ട വേണ്ട മതി. വല്ലാണ്ട് പേടിക്കാനുള്ള റൈഡൊന്നുമില്ല, പക്ഷെ അവൾക്കത് പേടിയായി. എനിക്ക് തോന്നുന്നത് ഈ റൗണ്ട് ചെയ്തതാണ് അവൾക്ക് പേടിയായതെന്ന് തോന്നുന്നുണ്ട്. അപ്പം തന്നെ ഇറങ്ങി, ആ റൗണ്ടിൽ തന്നെ ഇറക്കി. പിന്നെ അച്ഛനും മോളും കൂടെ ഈ ബോൾ എടുത്തിട്ട് ഓരോന്ന് വീഴ്ത്തുന്ന ഒരു കളിയുണ്ട്. ഇതെന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഈ സംഭവം രണ്ടുപേരും കൂടി ഇരുന്ന് കളിച്ചിരുന്നു. I guess you're really good at saying what you mean. Suppress my feelings 'cause I know what's best for me. Feel short of confidence, my hands begin to shake. I thought I knew you, but I barely knew your name. Awesome, stuck to your teeth, you got everything. I can't believe I've been let down again and again and again. And I'm paranoid, sun in my skin. I got careless eyes to let you back in. How do I do this again and again and അവൾക്ക് ഈ ഒരു ഗെയിം ഉണ്ടല്ലോ, ഈ നമ്മളിങ്ങനെ പിക്ക് ചെയ്യുന്ന സംഭവം, ആ ഗെയിം കളിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ അവൾക്ക് നീങ്ങാത്തതിന് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു ആ സംഭവം. അത് കോയിൻ ഇട്ടാലല്ലേ അത് നീങ്ങുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം കോയിൻ ഇട്ടിട്ട് നീക്കിച്ചു. അത് മര്യാദയ്ക്ക് കളിക്കണ്ടേ ഫുള്ള്. അതായത് അവൾക്കറിയില്ല അത് അമർത്തുക. അവളെന്തോ ഈ ടി വിയിൽ ഓരോന്ന് കണ്ട് കണ്ട് ചെയ്യുന്നതാണ്. അപ്പം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, ഭയങ്കര വാശി, അവൾ തന്നെ ചെയ്യണം എന്നുള്ള ഇതായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ലാസ്റ്റ് നമ്മൾ അത് അമർത്താൻ പറഞ്ഞപ്പോൾ അവൾ അമർത്തി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിപ്പോയി. പിന്നെ അവൾക്കാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങണം എന്നില്ല. പിന്നെ കുറച്ച് കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് അവൾക്കൊരു മറ്റേ ആക്ടിവിറ്റി ബുക്കും പിന്നെ അതിനൊരു വാട്ടർ കളറും വാങ്ങിയതാണ്. ഇത് കണ്ടില്ലേ, കണ്ണീര് വരാത്തൊരു തരം കരച്ചിലാണിത്. കാര്യം നേടാനുള്ള കരച്ചിൽ എന്നൊക്കെ പറയില്ലേ, ആ കരച്ചിലാണ് ഇത്. അപ്പോൾ അവളെ മൈൻഡ് ചെയ്യാൻ നിന്നാൽ ആ കരച്ചിലൊന്ന് കുറച്ചുകൂടി അവൾ കൂട്ടും. അപ്പോൾ പിന്നെ ഞങ്ങളത് വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. സൈഡായി ഗൈസ്, സൂസി സൈഡായി. അത്യാവശ്യം നല്ലപോലെ വാശി പിടിച്ച് അവിടെ നിന്ന് കരഞ്ഞിരുന്നു ഇറങ്ങാൻ നേരത്തെ. ഇപ്പോഴൊന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യാനാ, സൺഡേ ആണ്, ഇനി റോഡ് ഫുള്ള് തിരക്കാവും. അതുകൊണ്ട് പിന്നെ വല്ലാണ്ടൊന്നുമില്ല. പിന്നെ നമ്മളും ഭയങ്കര ടയേർഡായി. അവൾക്ക് ആ ടയർഡ്നെസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ടയർഡ്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇപ്പം നമ്മൾ ഫറോക്ക് എത്താനായി. ഇന്ന് നേരെ തിരൂർക്ക്. We are going back to Tirur today. I guess you're really good at saying what you mean. Suppress my feelings 'cause I know what's best for me. Feel short of അങ്ങനെ നമ്മൾ തിരൂർ ടൗൺ എത്തി ഗൈസ്. അപ്പോൾ ഞാൻ ഈ മറ്റേ താഴെപ്പാലം ജംഗ്ഷൻ്റെ മുന്നേ ഫുള്ള് ലൈവ് നിറയെ ആൾക്കാരും ഓട്ടോയും ലൈറ്റ്സും ഒക്കെ ഞാൻ കണ്ടപ്പം മറ്റേ ലെഫ്റ്റ് സൈഡിൽ
ഭയങ്കര റേറ്റ് കുറവിന് ഡ്രസ്സിൻ്റെ എന്തോ ഒരു എക്സിബിഷനോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതിനാണ് ഇത്രയും ആൾക്കാർ, നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ തിരൂർ എത്തിയിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.